ഹായ്, വെൽക്കം ബാക്ക് ടു അർമാൻഡ് ബോക്സ് സീരീസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ബോക്സിംഗ് അല്ല. ഇപ്പം ഒരു ബോക്സറെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് അറിയുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ട്രീറ്റ് ഫൈറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 5 പോയിന്റ്സ് ആണ് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ആദ്യത്തെ കാര്യം, സ്ട്രീറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ന്യായത്തിന് വേണ്ടി എന്നെല്ലാം നമ്മൾ പറയില്ല. ഒരു കാര്യം പഠിക്കുന്നതെന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ ഷോ ചെയ്യാൻ വേണ്ടി മാത്രമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ സ്വന്തം ആരോഗ്യം രക്ഷിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ വരുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. അപ്പം റിങ്ങിൽ നമ്മൾ ഇതിനെ ഫേസ് ചെയ്യുന്നതും ഒരു ഔട്ട്സൈഡ് സിനാരിയോയിൽ ഇതിനെ ഫേസ് ചെയ്യുന്നതും രണ്ടാണ്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഇന്ന രീതിയിലെ പഞ്ച് വരാവോ അല്ലെങ്കിൽ ഇന്ന മൂവ്മെന്റ് ആണോ വരിക, ഈ വക കാര്യങ്ങളൊന്നും നിങ്ങൾ സ്ട്രീറ്റ് ഫൈറ്റിൽ ചെയ്യരുത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും വരിക. മിക്ക ഫൈറ്റുകളും സംഭവിക്കാനുള്ളൊരു, നിങ്ങളൊരു സിനാരിയോ അവിടെ വന്ന് ഇപ്പൊ അവിടെ ഇന്ന ഒരു പഞ്ച് വന്ന് നിങ്ങളിപ്പോ ഒരു മാച്ച് കാണുകയാണ്, അപ്പം അവിടെ ഒരു കണ്ടിന്യൂ ഫൈറ്റ് ഉണ്ടാവും. ഇത് സ്ട്രീറ്റ് ഫൈറ്റിൽ ഉണ്ടാവില്ല. ആദ്യത്തെ പഞ്ച് ആര് ചെയ്യുന്നു അല്ലെങ്കിൽ ആദ്യത്തെ അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ് ആര് ചെയ്യുന്നു എന്നതാണ് കാര്യം. എഗൈൻ പറയുന്നു, ആദ്യത്തെ അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ് വൃത്തിക്ക് ആര് ചെയ്യുന്നു അയാൾ സ്ട്രീറ്റ് ഫൈറ്റിൽ ജയിക്കും. അതുകൊണ്ട് ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്ട്രീറ്റ് ഫൈറ്റിൽ പോകരുത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒരു മാർഷൽ ആർട്ട് ഏതെങ്കിലും ഒരു ആയോധന വിദ്യ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യണം. പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ റിങ്ങിൽ ഉള്ളൊരു സ്റ്റൈലല്ല, സേഫ് ഡിസ്റ്റൻസിൽ പഞ്ച് ആൻഡ് ബാക്ക് അല്ലെങ്കിൽ അറ്റാക്ക് ആൻഡ് ബാക്ക് എന്ന കൺസെപ്റ്റിൽ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യൂ. നിങ്ങൾ ഹിറ്റ് ചെയ്യണം, ഹിറ്റ് ചെയ്തിട്ട് സേഫ് ഡിസ്റ്റൻസിലേക്ക് വരണം. അത് കഴിഞ്ഞിട്ട് അടുത്ത അയാളുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ആ ഹിറ്റ് വേണ്ട രീതിയിൽ കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത മൂവ്മെന്റിലേക്ക് പോകാവൂ. കണ്ടിന്യൂ ആയിട്ട് ഒരു കാരണവശാലും സിനിമ സ്റ്റൈലിലോ അല്ലെങ്കിൽ റിംഗ് സ്റ്റൈലിലോ പോകരുത്. അതായത് കണ്ടിന്യൂ ചെയ്ത് ഹിറ്റ് ചെയ്ത് ആദ്യം ഒരു തവണ നമുക്ക് നമ്മളുടെ വൾനറബിൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പാക്ട് കിട്ടുന്ന ഒരു പോയിന്റിൽ നമുക്ക് ബോഡിയിൽ ഹിറ്റ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ എഴുന്നേക്കില്ല. നിങ്ങൾ വീണ് കഴിഞ്ഞാൽ അയാൾക്കത് അഡ്വാൻറ്റേജ് ആണ്. അവിടെ നിങ്ങൾക്ക് റെഫറി ഇല്ല, അയാൾ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സംടൈം നമുക്ക് ആങ്കർ ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാർ നിർത്താണ്ട് നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ നമ്മൾ ഡെഡ് ആവണ വരെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ, അതായത് ഏതെങ്കിലും വൈറ്റൽ പോയിന്റിൽ പഞ്ച് അല്ലെങ്കിൽ ഹിറ്റ് കിട്ടിയാൽ മതി, ഓൺ ദ സ്പോട്ടിൽ ഡെഡ് ആവും. അപ്പോൾ ആദ്യത്തെ കാര്യം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ഒരു ബോക്സറാണ്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വേറെ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ഗാർഡ് നിങ്ങളെപ്പോഴും അപ്പ് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പൊ ബോക്സിങ്ങിലാണെങ്കിൽ നമ്മുടെ കൈയാണ് ഗാർഡാക്കി വെക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാ പൊസിഷനും ഒരു പെട്ടെന്ന് വരുന്ന ഒരു സഡൻ മൂവ്മെന്റിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാം. എങ്കിലും ഇപ്പം ബോക്സിങ് അറിയുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും പഞ്ച് ചെയ്യാനാണ് നോക്കുക. പക്ഷേ സ്ട്രീറ്റ് ഫൈറ്റിൽ പഞ്ച് മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഒരു പഞ്ചിനെ അയാൾക്ക് പിടിച്ചു വലിക്കാം. നമ്മുടെ കൈ ഓപ്പൺ ആണെങ്കിൽ ഫിംഗറിനെ ഒടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പോയിന്റ് മാത്രം പിടിക്കാം. അതേപോലെ നമ്മളെ പഞ്ചിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് ഇപ്പൊ എൻ്റെ നേരെ ഒരു പഞ്ച് വന്നു, അയാൾക്ക് കൗണ്ടർ ചെയ്യാം. പക്ഷെ ഇങ്ങനെയെല്ലാം കൗണ്ടർ ചെയ്യണമെങ്കിൽ അയാൾക്കും എന്തെങ്കിലും ഒരു വിദ്യ അറിയണം. അതല്ലാണ്ട് ഒരു കോമൺമാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വൈഡ് സ്വിങ്സ് വരാം. അതേപോലെ തന്നെ തൊട്ടടുത്താണെങ്കിൽ നമ്മുടെ ഗ്രോയിൻസ്, അങ്ങനത്തെ രീതിയിലുള്ള പഞ്ചസ് എല്ലാം വരാം. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഗാർഡ് അപ്പ് ചെയ്ത് വെക്കുക. സേഫ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് മാത്രം ചെയ്യാം. 1 and 2 എന്ന പഞ്ചസിനായിരിക്കും മിക്കവാറും നിങ്ങൾ സ്ട്രീറ്റ് ഫൈറ്റിൽ യൂസ് ചെയ്യുന്നത്. കാരണം അതാണ് നിങ്ങൾക്ക് മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ലെഗിനും ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ സറൗണ്ടിങ്സ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ലെഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
അതല്ലാത്ത പക്ഷം ലെഗ് ഒന്നും നമുക്ക് ഒരുപാട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിൽ ലെഗിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. 4ാമത്തെ പോയിന്റ്, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഫൈറ്റ് അവിടെ തുടങ്ങി. നിങ്ങൾക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവരെത്ര ആളുകളുണ്ടെന്ന്. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മുമ്പിലുള്ള ഒപ്പണൻ്റെ നിങ്ങൾ അടിച്ച് താഴെയിട്ട് പിന്നെ നിങ്ങൾ അവിടെ നിൽക്കരുത്. ചില സിനാരിയോകൾ അല്ലെങ്കിൽ ചില ഘട്ടത്തിൽ അവർ ഒന്നിലധികം ആൾക്കാരുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതിൽ കൂടുതൽ ആൾക്കാരുള്ളൊരു സിനാരിയോ ആണെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് രക്ഷിക്കാനുള്ള ഫസ്റ്റ് സ്ട്രൈക്ക് അത് നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. അതിനുശേഷം റൺ, ഓടുക, മാക്സിമം സ്പ്രിന്റ് ചെയ്യുക. ഇത് നിങ്ങൾ നിർബന്ധമായും പാലിക്കണം. അവിടെ ഈഗോയ്ക്ക് പ്രാധാന്യം ഇല്ല. ആര് ഈഗോയും വെച്ചിട്ട് അവിടെ നിൽക്കുന്നോ അവിടെ നിങ്ങളുടെ ഗെയിം ഓവർ. സോ റൺ, അതാണ് 4th പോയിന്റ്. ആൻഡ് 5th പോയിന്റ്, അത് ശരിക്കും 5th പോയിന്റ് അല്ല, തുടക്കത്തിൽ പറയേണ്ട ഒരു പോയിന്റ് ആണ്. സറൗണ്ടിങ്സിൽ എന്തുണ്ട്, ആരുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ ഒബ്ജക്റ്റുകൾ ഉണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം സ്ട്രീറ്റ് ഫൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ ഫൈറ്റിലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫൈറ്റ് പഠിക്കുന്ന സമയത്തും ആദ്യം പറയാം റീച്ച്. ഒപ്പണന്റ് നമ്മുടെ റീച്ചിലുണ്ടെങ്കിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കൈ ഇതാണ് റീച്ച്. നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റീച്ച് ഡബിളായി. അപ്പം സറൗണ്ടിങ്സിൽ എന്തുണ്ട്, ഇനി ഞാൻ ഈ പറഞ്ഞ വേർഡ് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ നിലത്ത് വല്ല കമ്പിയോ അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ എന്തെങ്കിലും നമുക്ക് എടുത്തടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, എറിയാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത് 5th പോയിന്റ് അല്ല ശരിക്കും വേണ്ടത്, തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ പോയിന്റ്, ഒരു പഞ്ചും അല്ലെങ്കിൽ ഒരു കാര്യവും എക്സ്പെക്ട് ചെയ്യരുത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്തിട്ടല്ല സ്ട്രീറ്റ് ഫൈറ്റിൽ നിൽക്കുക. കത്തിയോ എന്തും വരാം, വൈഡ് ആയിട്ടുള്ള പഞ്ച് വരാം. അതുകൊണ്ടാണ് എക്സ്പെക്ട് ചെയ്യാണ്ട് ഫേസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഫസ്റ്റ് സ്ട്രൈക്കിനാണ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നമ്മൾ എപ്പോഴും അയാളുടെ ഫുൾ വ്യൂ, നിങ്ങളുടെ ഹെഡ് ടു ടോ ആ ഒരു അളവ് കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അറ്റാക്ക് ആൻഡ് ബാക്ക്, ഇതാണ് 2ാമത്തെ പോയിന്റ്. ആൻഡ് 3rd എന്ന് പറയുന്നതാണ് ഗാർഡ്. നിങ്ങൾ എന്ത് പഠിച്ചാൽ അതിലുള്ള നിങ്ങൾക്കറിയാവുന്ന പ്രോപ്പർ ഗാർഡ് അതിനെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ബോഡീനെ മാക്സിമം കോമ്പാക്ട് ചെയ്ത് വെക്കുക. 4ാമത്തെ പോയിന്റ് ആണ് അതായത് കൂടെ ആര് വന്നു, നിങ്ങൾ എത്ര ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ റൺ. നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈഗോയും വെച്ച് അവിടെ നിൽക്കരുത്. അറ്റാക്ക് ചെയ്യുക, ഓടുക. റണ്ണിനാണ് 4th ഇമ്പോർട്ടൻസ്. ആൻഡ് 5th പ്രയോറിറ്റി സറൗണ്ടിങ്സ്. 5th പ്രയോറിറ്റി അല്ല, 5th പോയിന്റ്. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ എന്തുണ്ട്, ഈ കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ സ്ട്രീറ്റ് ഫൈറ്റിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയല്ല, പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഒരു അവയർനെസ് വീഡിയോ മാത്രമാണ് ഇത്. ആൻഡ് ഓർക്കുക, നമ്മൾ പല സമയങ്ങളിലും ഡിബേറ്റ്സ് ഉണ്ടാവുന്നതാണ്. ഈ MMA, ബോക്സർ അല്ലെങ്കിൽ നോർമൽ കോമൺ മാൻ ഒക്കെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര് ജയിക്കും? ഇത് ആരെന്ത് പഠിച്ചു എന്നതല്ല, ഏത് സാഹചര്യത്തിൽ ആർക്ക് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാഹചര്യച്ചു. അതല്ലാണ്ട് നമ്മൾ ഈ പഠിച്ച സാധനം ചില സമയങ്ങളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് പഠിച്ചോ, നിങ്ങൾ വാട്ട് എവർ സ്കിൽ, നിങ്ങളിപ്പോൾ എത്ര വലിയ ചാമ്പ്യൻ ആണെങ്കിലും ഈ വക പരിപാടിക്കൊന്നും പോവാണ്ടിരിക്കുക. താങ്ക് യു.